ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകുവാൻ യഹോവയായ ദൈവം മോശയോട് കൽപ്പിക്കുകയും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് മോശ ചോദിച്ചപ്പോൾ യഹോവ മോശയ്ക്ക് കൊടുത്ത മറുപടിയാണ് പുറപ്പാട് 33:14 പറയുന്ന എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. തൃത്വത്തിൽ ഒന്നാമനായ പിതാവാം ദൈവം മോശയോട് അരുളി ചെയ്ത സാന്നിധ്യവും സ്വസ്ഥതയുമാണ് പുതിയ നിയമത്തിൽ തൃത്വത്തിൽ രണ്ടാമനായ യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ മാമോദീസായേറ്റ് പുതിയ സൃഷ്ടിയായി പുനർജനിച്ച വിശ്വാസിയുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വ്യാപാരവും. മോശയും ജനവും ദൈവത്തിൻ്റെ കൈയായ മേഘം നയിച്ചതനുസരിച്ച് യാത്ര ചെയ്തതുപോലെ പുതിയ നിയമ വിശ്വാസി ഇനി നടക്കേണ്ടുന്നത് സ്വന്തം ആലോചനകളാലല്ല, മറിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ മനുഷ്യാത്മാവിനെ നയിക്കുന്നതനുസരിച്ച് മുന്നിൽ വരുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് എഫേസ്യർ 6:14-18 വരെ പറയുന്ന ദൈവത്തിൻ്റെ സർവായുധങ്ങൾ ധരിച്ചുകൊണ്ട് ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലൂടെ നടക്കണം. അപ്പോൾ മോശയോടുകൂടി ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യവും സ്വസ്ഥതയും നമുക്കും ലഭിക്കും നിശ്ചയം. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലുമെന്ന് ദാനിയേൽ പ്രവചനത്തിൽ രാജാവിനോട് ഉത്തരം പറഞ്ഞ ചന്ദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എരിയുന്ന തീച്ചൂളയിലിട്ടപ്പോൾ ഇറങ്ങി വന്ന് ഒരു കേടും പറ്റാതെ അവരെ രക്ഷിച്ച ദൈവം നമുക്ക് സ്വസ്ഥതയും സമാധാനവും നൽകും. മോശയ്ക്ക് ലഭിച്ച തിരുസാന്നിധ്യവും ചന്ദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും വിശ്വാസവും നമ്മിലേക്ക് പകരപ്പെടട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വ്യാപാരവും ഫലവും നമ്മിൽ നിറയട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.